ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരാൾ എന്നോട് വന്ന് മിനി ബുക്ക് ചെയ്യാവോ എന്നൊരു കമൻ്റ് ഇട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് മിനി ബുക്ക്. ഞാൻ ഇതേവരെ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ പുതിയ ഏത് ക്രാഫ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോസ് ഇടാം. അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചു വൈറ്റ് പേപ്പറിൽ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിലൊരു വെറൈറ്റി പിടിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കുറേ ഫോട്ടോസും ഇതേപോലെ കുറേ ചെറിയ ചെറിയ പിക്ചേഴ്സും ഒക്കെ കുറച്ച് ചെറിയ പേപ്പറിൽ ഇങ്ങനെ വരച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ വരച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കയറി കാണണം ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു മിനി ബുക്കായിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളും ആണ്. അല്ലാതെ കൊച്ചു മിനി ബുക്കാകുമ്പോൾ നമ്മൾ കൂടുതലൊന്നും എഴുതുന്നവർ കാണും, എഴുതാത്തവരും കാണും. ചുമ്മാ ചെയ്ത് കളയണ്ടല്ലോ പേപ്പേഴ്സ്. ഇതാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. ഇതേപോലെ എല്ലാവർക്കും ചെയ്യും. നമ്മൾ വരച്ചിരിക്കുന്ന പേപ്പറൊക്കെ കുറേ നാളാകുമ്പം നമ്മുടെ അത് പൊടിയൊക്കെ പിടിച്ച് പോവില്ലയോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ അപ്പം ഞാനിതൊരു കവറിൽ പോലൊരു ഫ്രെയിം പോലെ ചെയ്തിട്ടാണ് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ബുക്ക് പോലെ ആക്കി എടുത്താലോ. അങ്ങനെയാണ് ഞാൻ ഈ മിനി ബുക്കിലോട്ട് വന്നത്. അപ്പം നമ്മുടെ അളവിനനുസരിച്ച് ആദ്യമേ ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ നമുക്ക് ഒരു ഗം തേച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു കട്ടിയുള്ള ഒരു കവർ പേജിന് വേണ്ടി ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് അത് നമ്മൾ ഏത് അളവിലുള്ള പേപ്പറാണോ എടുക്കുന്നത് അത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതായത് ആ ഒരളവിൽ നമ്മൾ വെട്ടിയെടുക്കണം. വെട്ടിയിടുന്നതിന് ശേഷം ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ ചേട്ടന്മാരുടെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെയോ ഏതെങ്കിലുമൊക്കെ തുണികളെടുത്ത് നമുക്ക് പഴയതായിരിക്കണേ, അല്ലെങ്കിൽ അവർ നമ്മളെ കീറും. കീറുമ്പോൾ അതൊക്കെ ചോദിച്ചും കണ്ടുമൊക്കെ വേണം കീറാൻ. അപ്പം അതിനുശേഷം നമുക്കങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നുകിൽ തുണി എടുക്കാം, അല്ലെങ്കിൽ കവറൊക്കെ ഉണ്ടല്ലോ, തുണി കവറുകൾ, അത് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അത് കവർ ചെയ്ത് അത് ഒട്ടിച്ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വൈറ്റ് പേപ്പർ വെച്ച് ഞാൻ കവർ ചെയ്ത് കൊടുത്തത്. പിന്നീടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് പേജ് തുടങ്ങുന്നത് തൊട്ട് ഞാൻ വരച്ചത് വെച്ചാണ് തുടങ്ങിയത്. നിങ്ങൾ ഈ വരച്ചത് വെച്ചാണ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വർക്കാണ് ഇതേപോലെ മിനി ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രണ്ടിലൊരു വൈറ്റ് പേപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ആദ്യമേ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലൂ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പേജിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നീട് അടുത്ത ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ അത് വിചാരിച്ചു ഞാൻ ഓൾറെഡി ചെയ്തൊരു ഫ്ലവർ വേസ് പോലെ പേപ്പർ വെച്ച് തന്നെ ചെയ്തൊരു സംഭവമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് വെട്ടി ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതങ്ങ് നിറഞ്ഞല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ഇതേപോലെ ഇനിയും ക്യൂട്ട് പിക്ചേഴ്സൊക്കെ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. അടുത്ത ഏത് വീഡിയോസ് ഇടണമെന്നുള്ളതും കമൻറ്റായിട്ട് പറയണം. അപ്പോൾ എന്നോട് ചോദിച്ച കുട്ടി ഇത് കാണുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും കമൻറ്റ് പറയുകയും ചെയ്യണേ. കണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കിവിടെ നിന്ന് അറിയാൻ വേണ്ടിയാണേ. അപ്പം എല്ലാവരും പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറയണം.